ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5th സെമസ്റ്ററിൽ 2023 ക്വസ്റ്റ്യൻ പേപ്പറാണ്. ടിഷ്യൂ കൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, എക്കണോമിക് ബോട്ടണി ആൻഡ് എത്തനോ ബോട്ടണി എന്ന് പറയുന്ന പേപ്പറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 മണിക്കൂറാണ് ടൈം. മാക്സിമം മാർക്ക് 60 മാർക്കാണ്. സെക്ഷൻ എയിൽ എല്ലാ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാം. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്ക് വീതമാണ്. ഇത് സീലിംഗ് ഉള്ള ഭാഗമാണ്. ടോട്ടൽ ഈ ഒരു എ സെക്ഷനിൽ 20 മാർക്കാണ് സ്കോർ ചെയ്യാൻ പറ്റുക. പക്ഷേ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. 20 മാർക്കാണ് മാക്സിമം കിട്ടുക. ഓക്കെ, അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എത്തനോബോട്ടണിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ട്രൈക്കോപ്പസ് സൈലാനിക്കസ് ആൻഡ് സെനഡോൺ ഡാക്ടൈലോൺ. അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്തനോബോട്ടണി എന്നാണ് വന്നത്. ഓക്കെ, ബൈനോമിയൽ നെയിം. Write binomial family, morphology of useful part and their use of 2 masticatories. Masticatories എന്ന് പറഞ്ഞാൽ അതായത് ടൊബാക്കോ, ബീറ്റിൽ നട്ട് അങ്ങനത്തെ ഇതാണ് മാസ്റ്റിഗേറ്ററിയിൽ വരുന്നത്. അതിൻ്റെ ബൈനോമിയൽ, ഫാമിലി, മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട് അതാണ് എഴുതാനുള്ളത്. അത് എക്കണോമിക് ബോട്ടണിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എത്തനോ ബോട്ടണിന്ന് ഒരു ക്വസ്റ്റ്യനായി, എക്കണോമിക് ബോട്ടണിന്ന് ഒരു ക്വസ്റ്റ്യനായി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ ഓയിസ്റ്റർ മഷ്റൂം. ഓയിസ്റ്റർ മഷ്റൂമിൻ്റെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ. അത് ഹോർട്ടിക്കൾച്ചറിൽ വരുന്ന ഭാഗമാണ്. ഓക്കെ, ഇനി കമൻറ്റ് മോയിസ്റ്റ് ചേംബർ. റൈറ്റ് 2 method of seed quality testing. Name for organic fertilizers for your vegetable garden. Write the significance of sphagnum peat moss in most potting soil. Write short note on axillary bud proliferation. Write the working principle of laminar airflow. What is the importance of in vitro germplasm conservation? What are hybrids? Give example. How synthetic seeds are produced? ഇതിൽ ഈ ക്വസ്റ്റ്യൻ ഹൈബ്രിഡ്സ്, സിന്തറ്റിക് സീഡ്സ് പ്രൊഡ്യൂസ് ചെയ്തത്, ജേംപ്ലാസം കൺസർവേഷൻ, അതൊക്കെ വരുന്നത് ഇതിലാണ് ടിഷ്യൂ കൾച്ചറിൽ വരുന്ന ഭാഗമാണ്. പിന്നെ ക്വാളിറ്റി, സീഡ് ക്വാളിറ്റി ടെസ്റ്റിങ്, മോയിസ്റ്റ് ചേംബർ, ലാമിനാർ എയർ ഫ്ലോ, അതൊക്കെ വരുന്നത് ഇതിലാണ് ടിഷ്യൂ കൾച്ചറിൻ്റെ ആ ഒരു ഭാഗത്താണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത സെക്ഷൻ ബിയിലെ എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ആൻസർ ചെയ്യാം. 5 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത്. ടോട്ടൽ സീലിംഗ് 30 മാർക്കാണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ട്രഡീഷണൽ ബൊട്ടാണിക്കൽ നോളജ്, വൈ ട്രഡീഷണൽ ബൊട്ടാണിക്കൽ നോളജ് ഇമ്പോർട്ടൻറ്റ്. എന്തുകൊണ്ടാണ് ട്രഡീഷണൽ ബൊട്ടാണിക്കൽ നോളജ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയാനുള്ള കാരണം, അതാണ് ചോദിക്കുന്നത്. അത് എത്തനോ ബോട്ടണി എന്നുള്ളതാണ്. പിന്നെ ബൈനോമിയൽ ഫാമിലി, മോർഫോളജി ഓഫ് യൂസ്ഫുൾ പാർട്ട് ആൻഡ് ദെയർ യൂസ് ഓഫ് 5 സ്പൈസസ്. 5 സ്പൈസസുകളുടെ ബൈനോമിയൽ, ഫാമിലി, അതിൻ്റെ മോർഫോളജിക്കലി യൂസ്ഫുൾ പാർട്ട്, അതിനെക്കുറിച്ച് എഴുതാനാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ എക്കണോമിക് ബോട്ടണിന്ന് ഒരു ക്വസ്റ്റ്യനായി. പിന്നെ കമ്പോണൻസ് ഓഫ് സോയിൽ, അത് ഹോർട്ടിക്കൾച്ചറിൽ വരുന്നതാണ്. അഡ്വാൻറ്റേജസ് ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഓവർ കെമിക്കൽ ഫെർട്ടിലൈസർ, അത് ഹോർട്ടിക്കൾച്ചറിൻ്റെ ഭാഗമാണ്. പിന്നെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ റോൾ ഓഫ് സോമക്ലോണൽ വേരിയേഷൻ ഇൻ ടിഷ്യൂ കൾച്ചർ, അത് ടിഷ്യൂ കൾച്ചറാണ്. യൂസ് ഓഫ് മുറാഷ് സ്കൂഗ് മീഡിയം. ആപ്ലിക്കേഷൻ ഓഫ് ടോട്ടിപ്പൊട്ടൻസി ഇൻ പ്ലാന്റ് ടിഷ്യൂ കൾച്ചർ, അതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ. അപ്പോൾ 3 ക്വസ്റ്റ്യൻ ടിഷ്യൂ കൾച്ചറിന്നും 2 ക്വസ്റ്റ്യൻ ഹോർട്ടിക്കൾച്ചറിനുമാണ് ചോദിച്ചിട്ടുള്ളത്. കറക്റ്റ് ആ ഒരു പാറ്റേണിൽ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ഇതിലേതെങ്കിലും ഒരെണ്ണമാണ് എഴുതേണ്ടത്. പ്രിപ്പയർ എക്സ്പ്ലാൻ ഫോർ
ടിഷ്യൂ കൾച്ചർ, അത് ഇതിൽ വരുന്നതാണ്, ടിഷ്യൂ കൾച്ചറിൽ വരുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇറിഗേഷൻ പ്രാക്ടീസ് ഫോർ ഇംപ്രൂവിങ് ക്രോപ്പ് ഈൽഡ്, അത് ഹോർട്ടിക്കൾച്ചറിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് എന്താ 2023 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല, വലിയ ടഫുള്ള ഭാഗമൊന്നുമല്ല, അത്യാവശ്യം എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഓരോ ക്ലാസ്സുകൾ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ.